എങ്ങനെയുണ്ട് മരണമാസ് എന്ന ബേസിൽ ജോസഫ് ചിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ചിരിക്കാനുണ്ട്. അത് വെറൈറ്റി ഡിഫറെന്റ് കോമഡി സീക്വൻസസ്. അതുകൊണ്ട് തന്നെ നമ്മൾ തരക്കേടില്ലാണ്ട് കണ്ടിരിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ സമ്മാനിച്ചത്. ഒരു ബ്ലാക്ക് കോമഡി സിനിമയാണ് മരണമാസ് എന്ന സിനിമ. അതുകൊണ്ട് ആദ്യമേ പറയാം, ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കണമെന്നേ ഇല്ല. തരംഗം, ഡൽഹി ബെല്ലി, ബ്ലാക്ക് മെയിൽ എന്നീ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമ തന്നെയാണത്. ഒരു വേറിട്ട രീതിയിലാണ് ഈ സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സ്, അവരുടെ ബിഹേവിയർ, അവരുടെ സംസാര ശൈലി, എല്ലാത്തിനും ഒരു ഡിഫറെന്റ് ഐഡന്റിറ്റി തന്നെ ശിവപ്രസാദ് എന്ന ഡയറക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിജു സണ്ണിയും ശിവപ്രസാദും ഒന്നിച്ചാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ആ തിരക്കഥയ്ക്ക് ചേർന്നടങ്ങിയ ഒരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഡീസന്റ് എക്സിക്യൂഷൻ തന്നെയാണ് സിജു സണ്ണി എന്ന ഡയറക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ ഉടനീളം ചിരിക്കാനുണ്ടെങ്കിലും അത്യാവശ്യം സ്ലോ പേസിലാണ് ഈ ഒരു സിനിമയുടെ ഒരു പോക്ക്. അതുകൊണ്ട് തന്നെ കുറെ നിമിഷങ്ങൾ, കുറെ ഇടങ്ങൾ നമുക്ക് ലാഗ് നന്നായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു ബ്ലാക്ക് കോമഡി സറ്റാറിക്കൽ ട്രീറ്റ്മെന്റും പിന്നെ ഇതിന്റെ ഈ സ്ലോ പേസ് നറേഷനും, ഈ രണ്ടും അത്രയും ഒന്നിച്ചു പോകുന്ന രണ്ട് രസമുള്ള സംഭവങ്ങളല്ല. നമുക്ക് മടുപ്പിക്കുന്ന കുറെ മൊമെന്റുകൾ വരും. പിന്നെ ഈ സിനിമയുടെ ആദ്യമൊന്നും മൂവ്മെന്റേ നടക്കുന്നില്ലായിരുന്നു. പിന്നെ ഇതിലെ സബ്പ്ലോട്ട്സും കുറെ ഒന്നും ഒരു എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഒന്നും വർക്കൗട്ട് ആവാതെ ഇങ്ങനെ വലിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എന്നിട്ട് നമ്മൾ ഈ സിനിമ നല്ല ചിരിച്ച് രസിച്ച് അത്യാവശ്യം എൻജോയ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ബ്രില്യൻ പെർഫോമൻസുകളിൽ ഒരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നല്ല കാസ്റ്റിംഗ് ആയിരുന്നു സിനിമയുടെ. ഇതിൽ ഏറ്റവും അടിപൊളി പ്രകടനങ്ങൾ തന്നെ ആദ്യം പറയാം. ബേസിൽ ജോസഫ് യൂഷ്വൽ ബെസ്റ്റ് തന്നെയായിരുന്നു. സുരേഷ് കൃഷ്ണ ആ ഒരു ഡ്രൈവറുടെ റോള് നല്ല അടിപൊളിയായിട്ട്, നല്ല സൂപ്പർ ആയിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാജേഷ് മാധവൻ സീൽ കില്ലറിന്റെ വേഷവും ശരിക്കും നമ്മളെ പീഡിപ്പിച്ച് തകർത്തിട്ടുണ്ട്. പിന്നെ അനിഷ്മ അനിൽകുമാർ നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാബു ആന്റണി, പ്രശാന്ത് അലക്സ്, സിജു സണ്ണി ഇവരും റെസ്പെക്ടഡ് റോൾസിൽ നന്നായിരുന്നു. പിന്നെ പൂജ മോഹൻരാജ്, ജോമൻ ജ്യോതിർ, പുലിയാണം പൗലോസ്, ആ ചെറിയ ചെറിയ വേഷങ്ങൾ ഒരു ഇമ്പാക്ട് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. മ്യൂസിക് എനിക്ക് വലിയ ഒരു ഗംഭീരമായിട്ട് തോന്നിയില്ല. ആ ഒരു സൈഡിൽ കൂടെ നടന്ന് പോകുന്നുണ്ടായി. ചമ്മൻ ചാക്കോയുടെ എഡിറ്റിംഗും ഡീസന്റ് വർക്കായിട്ട് ആണ് ഫീൽ ചെയ്തത്. കുറച്ചും കൂടി സിനിമയെ ടൈറ്റ് ആക്കായിരുന്നു ചമ്മൻ ചാക്കോ എന്ന എഡിറ്ററിന്. വിഷ്വൽസ്, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ വളരെ നന്നായിരുന്നു. ഏതായാലും വീണ്ടും പറയുകയാണെങ്കിൽ ഈ സിനിമ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കണമെന്നില്ല. ഒരു എക്സ്പെരിമെന്റൽ ത്രില്ലർ സിനിമയാണിത്. എനിക്കൊരു ഡീസന്റ് അനുഭവം ആണ് ഫീൽ ചെയ്തത്. അതും കുറെ ചിരിക്കാൻ ഉള്ളത് കൊണ്ട്. ഈ ഒരു വിഷു സീസണിൽ ഒരു ബെസ്റ്റ് വേഴ്സ്റ്റ് ഗ്രാഫ് നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു വിഷു വിന്നറായിട്ട് ഫീൽ ചെയ്ത ആലപ്പുഴ ജിംഖാന എന്ന സിനിമയാണ്. അതിനുശേഷമാണ് മരണമാസം, പിന്നെ ലാസ്റ്റ് ആണ് ബസൂക്ക. ഇന്ന് GBU ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ കാണുന്നുണ്ട്. ഏതായാലും മരണമാസം സിനിമ ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം.